ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. സൈക്ലോൺസ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് പല തരത്തിലുള്ള സൈക്ലോൺസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്നൊക്കെ പറയുന്ന ഏരിയാസ് ബന്ധപ്പെടുത്തിയിട്ട് PSC ചോദ്യമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും എന്ന് പറയുന്ന ഈ ഒരു റീജിയനെ പറ്റിയിട്ട് ഒന്ന് വിശദമായിട്ട് പഠിച്ചു പോകാനുണ്ട്. സിമ്പിളായിട്ട് ഒരുപാട് ഡെപ്തിലേക്ക് പോയി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതൊന്നുമില്ല. പെരിഫറലായിട്ട് നിങ്ങൾക്ക് സൈക്ലോൺ എന്താണെന്നും ആൻറ്റി സൈക്ലോൺ എന്താണെന്നും അതുപോലെ ഇതിൻ്റെ ടൈപ്സ് എന്തൊക്കെ ടൈപ്പിലുള്ള സൈക്ലോൺസ് ഉണ്ട് എന്നുള്ളതും അവരുടെ ഒരു ബേസിക് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഏരിയനെ പഠിച്ചാൽ മതിയാവും. ഒരുപാട് ഡെപ്തിലേക്ക് പോയി ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി കൺഫ്യൂഷൻ അടിക്കേണ്ട സാഹചര്യം, കാരണം ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു ഏരിയ ഉള്ളതാണ്. ഇതിനകത്ത് പലയിടങ്ങളിലും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഡെപ്തിൽ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയും, നമ്മൾ പൊതുവേ കാണുന്ന ഈ ഒരു ചിത്രമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടാവുന്നത് എന്നീ വസ്തുതകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോണിക് ആസ്പെക്ട് ഓഫ് ദ ജിയോഗ്രഫി. പക്ഷേ ആസ് യൂഷ്വൽ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ പതിവായി ചെയ്യുന്നത് പോലെ തന്നെ ചോദ്യങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. Around a low pressure center in the northern hemisphere, surface winds circulate clockwise and diverge, circulate counterclockwise and converge, circulate clockwise and converge, circulate counterclockwise and diverge. അതായത് ഒരു ലോ പ്രഷർ സെൻറ്ററിന് ചുറ്റും ഉത്തരാർദ്ധഗോളത്തിൽ എയറിന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ സർഫസ് വിൻസിന് ഉണ്ടാവുന്ന മൂവ്മെൻറ്റ് എത്തരത്തിലായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കോ, ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കോ, അതൊരു കൺവേർജിങ് തരത്തിലുള്ളതായിരിക്കുമോ, അത് ഡൈവേർജിങ് ആയിരിക്കുമോ എന്ന തരത്തിലുള്ള ചോദ്യം. ബേസിക്കലി സൈക്ലോണുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അത് നമ്മൾ മുമ്പും ഏതോ ഒരു സെഷനിൽ കണ്ടിട്ടുള്ളതാണ്. മറ്റൊരു ചോദ്യം ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ, അതായത് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയും. അതിനാണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്, ട്രോപ്പിക്കൽ സൈക്ലോൺസ്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയുന്ന ആശാന്മാർ ട്രോപ്പിക്കൽ സൈക്ലോൺസ് അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അത് സൈക്ലോൺസിന് തന്നെ പല മേഖലകളിലും പല പേരുകളിലായിട്ട് ഇവൻ അറിയപ്പെടാറുണ്ട്. സൈക്ലോൺ, ഇപ്പോൾ വില്ലീസ്, ടൈഫൂൺ, ഹരിക്കെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നമ്മൾ പേരുകൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. അത് അറ്റ്ലാന്റിക് മേഖലയിലെ ചുഴലിക്കാറ്റുകളെ വിശേഷിപ്പിക്കപ്പെടുന്ന പേരെന്ത് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉദ്ദേശം. അതിൻ്റെയും ഉത്തരം നമ്മൾ നോക്കുന്നുണ്ടാവും. അടുത്ത ചോദ്യം, ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്രമേഖലകളിൽ പേരുകൾ നൽകിയിരിക്കുന്നത് ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സൈക്ലോൺ, അറ്റ്ലാന്റിക് ആൻഡ് കരീബിയൻ സമുദ്രത്തിൽ ഹരിക്കെയിൻ, ചൈന കടലിൻ്റെ ഭാഗം വരുന്ന സമയത്ത് ടൈഫൂൺ, പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രത്തിൽ അത് ടൊർണേഡോ. സോ എന്താണ് ഇതിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ആരൊക്കെയാണ് ഇതിൽ ശരിയായി മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്? അതായത് നമ്മൾ തൊട്ട് മുൻപ് കണ്ട ചോദ്യത്തിൻ്റെ സെയിം റെപ്പറ്റീഷൻ പോലെ തന്നെ ചോദിച്ചിരിക്കുന്ന, എന്നാൽ അതിലധികം ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണെന്ന് മാത്രം. സെയിം മാർക്കാണ് കേട്ടോ, അല്ലേ? അതുപോലെ അപ്പോൾ ഇതുപോലെ സൈക്ലോൺസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു റീജിയനുമായി ബന്ധപ്പെട്ട്. പിന്നെ നമുക്ക് ആ സൈക്ലോൺസ് എന്താണ്, എന്തിനെയാണ് നമ്മൾ സൈക്ലോൺ എന്നതുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. സൈക്ലോൺസ് ഇസ് എ വിൻഡ് സിസ്റ്റം വിത്ത് എ ലോ പ്രഷർ അറ്റ് ദ സെൻറ്റർ. And this low pressure is surrounded by closed isobars and having increasing pressure outward. And because of this low pressure, air enters into the low pressure region from the surrounding and the Coriolis effect bend the direction of the wind. അതായത് ഒരു ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കാറ്റിനെ ആകർഷിക്കപ്പെടുന്ന സാഹചര്യത്താൽ ഉണ്ടാകുന്ന ഒരു ഫിനോമിനനാണ് സൈക്ലോൺ എന്ന് പറയുന്നത്. ആൻഡ് ഈ ആകർഷണം ഭൂമിയുടെ കോറിയോലിസ് പ്രഭാവം ഉള്ളതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കില്ല, പകരം കർവ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, ബിക്കോസ് ഓഫ് ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് റൊട്ടേറ്റഡ് ആയിരിക്കും വരിക. അപ്പോൾ ആ റൊട്ടേഷൻ ഏത് രീതിയിലാകാം? ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ റൈറ്റിലേക്ക് എന്നുള്ളൊരു ഷിഫ്റ്റും ബെൻഡിങ്ങും, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ലെഫ്റ്റിലേക്ക് എന്നുള്ള രീതിയിലൊരു ബെൻഡിങ്ങും കാഴ്ചവെച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എ സൈക്ലോൺ ഇസ് എ സിസ്റ്റം ഓഫ് ലോ ലെവൽ കൺവേർജൻസ് ആൻഡ് ഹൈ ലെവൽ ഡൈവേർജൻസ് വിത്ത് എ റൈസിംഗ് കോളം ഓഫ് എയർ അറ്റ് ദി സെൻറ്റർ ഓഫ് എ റൊട്ടേറ്റിംഗ് എയർ മാസ്. റൊട്ടേറ്റിംഗ് എയർ മാസിൻ്റെ കേന്ദ്രത്തിൽ ഒരു റൈസിങ് ആറ്റിൽ ഇവിടെ നിന്ന് എയർ റൈസ് ചെയ്ത് പോകുന്ന പോലെ കണ്ടീഷൻ നമുക്ക് തോന്നിക്കും. കാരണം ഈ ചുറ്റുപാടുകളിൽ നിന്നൊക്കെയുള്ള കാറ്റ് ഇവിടെ വന്ന് കൺവേർജ് ചെയ്യപ്പെട്ട് ഈ സെൻറ്ററിൽ നിന്ന് അത് ഉയർന്നു പോകുന്നതായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ.
ചുഴലിക്കാറ്റ് അതുകൊണ്ടാണ് നിലത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെടുത്ത് പൊക്കി മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം അതിൻ്റെ സെൻറ്ററിൽ അവിടെ വരുന്ന കാറ്റുകൾ കൺവേർജ് ചെയ്യപ്പെട്ട് കേന്ദ്രത്തിൽ കൺവേർജ് ചെയ്യപ്പെട്ട് അവിടെ നിന്ന് ഉയർന്ന് മുകളിലേക്ക് പോകുന്ന കണ്ടീഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദ വിൻഡ് ഇൻ എ സൈക്ലോൺ മൂവ്സ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതായിരുന്നു ആദ്യം വരേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയല്ലോ അല്ലേ? അതിൻ്റെ ഓർഡർ മാറിപ്പോയി. ഏതിൻ്റെ? നമ്മുടെ ആനിമേഷൻ്റെ ഓർഡർ മാറിപ്പോയി. അതാണ് ഞാൻ അതിൻ്റെ ആയിരുന്നു ഈ നോക്കിക്കൊണ്ടിരുന്നത്. ശരി, പോട്ടെ, തിരിച്ചു പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ സർക്കുലേറ്റ് കോർവിയലിസം, അപ്പോൾ ഇതും അറിഞ്ഞിരിക്കുക, ചുഴറ്റി മുകളിലേക്ക് എത്തിക്കപ്പെടും. പ്ലസ് നമ്മുടെ ഈ ഡിറക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആദ്യത്തെ ചോദ്യം ചോദിച്ചതിൻ്റെ ഡിറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സൈക്ലോൺസിൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണ്? ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും 2 ദിശയിലാണ് സൈക്ലോണിക് ഫോർമേഷൻ കാണാൻ പറ്റുക ഡ്യൂ ടു ദി കോറിയോലിസ് എഫക്റ്റ്. അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിലോ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന കാണാൻ പറ്റും. ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലായിരിക്കും എന്തുണ്ടാവുക? സൈക്ലോൺസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാവുക. അതുപോലെ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ നേരെ തിരിച്ച് ക്ലോക്ക് വൈസ് ദിശയിലും ആയിരിക്കും ഉണ്ടാവുക എന്ന് ഓർത്തിരിക്കുക. ദിസ് ഇസ് ഹൗ ദ സൈക്ലോൺസ് വിൽ ഹാപ്പൻ ഇൻ സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ സൈക്ലോൺസ് എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ കേട്ടോ, ഒരു ലോ പ്രഷർ കേന്ദ്രം അവിടേക്ക് കേട്ടോ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കാറ്റ് വന്ന് കയറുവാണ് ചെയ്തത്. പുറത്തേക്കല്ല കാറ്റ് പോകുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് മാറ്റിത്തരാം. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇവിടെ ലോ പ്രഷർ കേന്ദ്രത്തിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ, അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാറ്റ് വന്ന് ജോയിൻ ചെയ്യുന്നത് ആലോചിച്ചാൽ മതി. കണ്ടോ, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഈ ഒരു ദിശയിലേക്കാണ് ഇവിടുത്തെ മൂവ്മെൻറ്റ് കാണിക്കുന്നത്. ഇത് കണ്ടോ, ക്ലോക്ക് വൈസ് ഈ ഒരു ദിശയിലാണ് ഇവിടുത്തെ മൂവ്മെൻറ്റും കാണിക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ സൈക്ലോൺസിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റുക. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ്. ഇത് ഭയങ്കര സുലഭമായിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന രീതിയിലുള്ള ഈ ഒരു ചോദ്യം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് സൈക്ലോൺസ് ഉണ്ടാവുക. അപ്പോൾ ആൻറ്റി സൈക്ലോൺസ് എന്ന് പറയുന്നതോ പ്രതിചക്രവാതങ്ങൾ. ആൻറ്റി സൈക്ലോൺസ് ആവുന്ന സമയത്ത് നേരെ തിരിച്ചങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അതായത് വലിയ സമയം നിങ്ങൾ മെനക്കെടുത്തേണ്ടില്ല. നിങ്ങൾ സൈക്ലോൺസിൽ പഠിക്കുന്ന കോൺസെപ്റ്റിൻ്റെ മോർ ഓർ ലെസ് കാര്യങ്ങളും വിപരീതമാണ് ഇവിടെ നടക്കുക ആൻറ്റി സൈക്ലോൺസിൻ്റെ കാര്യത്തിൽ നടക്കുക. ഇപ്പോൾ ദിശ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൻറ്റി സൈക്ലോൺസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ഒരു ലോ പ്രഷർ കേന്ദ്രത്തിലേക്ക് കാറ്റിനെ ആകർഷിക്കപ്പെടുന്നതാണ് സൈക്ലോൺ എന്ന് പറഞ്ഞു. ഒരു ലോ പ്രഷർ സെൻറ്ററിലേക്ക് കാറ്റ് വന്ന് കൺവേർജ് ചെയ്യുന്നതാണ് സൈക്ലോൺ എന്ന് നമ്മൾ പറഞ്ഞുവെങ്കിൽ എന്തായിരിക്കും ആൻറ്റി സൈക്ലോൺ? ഒരു ഹൈ പ്രഷർ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് കാറ്റ് പോകുന്നതാണ് എന്ത് പറയുക? ആൻറ്റി സൈക്ലോൺ എന്ന് പറയുക. അപ്പം നേരെ ഓപ്പോസിറ്റ് ഘടകമല്ലേ അവിടെയും പറഞ്ഞത്. അതുപോലെ സൈക്ലോണിൻ്റെ കാര്യത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് സർക്കുലേഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആൻറ്റി സൈക്ലോൺ ആണെങ്കിലോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് ക്ലോക്ക് വൈസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ സദേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസും ആയിരിക്കും ഏത് ആൻറ്റി സൈക്ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലോണിൽ പഠിക്കുന്ന കാര്യത്തിൻ്റെ നേരെ ആൻറ്റി പേരിൽ തന്നെ കിടപ്പുണ്ട്. സൈക്ലോൺസിൻ്റെ ആൻറ്റി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അല്ലെ, എതിര് നിൽക്കുന്ന എന്നുള്ള കണക്കിലാണ് നമ്മൾ ആൻറ്റി എന്താ പറയുക പറയാറില്ല. അപ്പോൾ ആൻറ്റി മിസൈൽ റോക്കറ്റ് എന്ന്, അല്ല ആൻറ്റി സാറ്റലൈറ്റ് റോക്കറ്റ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റിനെ നശിപ്പിക്കുന്ന റോക്കറ്റ് എന്നൊക്കെ പറയുന്നത്. ആൻറ്റി എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്, വിപരീതമാണ് എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഇപ്പോൾ സൈക്ലോണിക്സിൻ്റെ നേരെ വിപരീതമായിരിക്കും ആൻറ്റി സൈക്ലോൺസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ്. ആൻറ്റി സൈക്ലോൺസ്, യെസ്, ഓൾറെഡി നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. ആൻറ്റി സൈക്ലോൺസ് ആർ ഹൈ പ്രഷർ സിസ്റ്റംസ് വേർ ദി എയർ വിൽ ബി ഡിസെൻഡിങ്. അല്ലേ, ഹൈ പ്രഷർ സിസ്റ്റംസ് ആണ്. ഹൈ പ്രഷർ സിസ്റ്റത്തിലേക്ക് കാറ്റ് അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കാരണം അവിടെ ഒരു ഡിസെൻഡിങ് എയർ കോളം. നമ്മളിപ്പോൾ സൈക്ലോൺസിൻ്റെ കാര്യം പറഞ്ഞ് ഓർക്കണല്ലേ, എല്ലാ എയർ വന്ന് അക്യൂമുലേറ്റ് ചെയ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് എയർ പുറത്തേക്ക് പോകുന്നതിൻ്റെ ഫലമായിട്ട് താഴേക്ക് എന്താ പറയുക ഡിപ്രസ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഹൈ പ്രഷർ, കാരണം അവിടെ ഹൈ പ്രഷറാണ്, എയറിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ദേ റൊട്ടേറ്റ് ക്ലോക്ക് വൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. നമ്മളിപ്പോൾ പറഞ്ഞു സൈക്ലോൺസിൻ്റെ നേരെ വിപരീതം വെച്ചങ്ങ് പഠിച്ചേച്ചാൽ മതിയെന്ന്. The anticyclones have low wind speed due to a low pressure gradient. Since the air is continuously descending, the anticyclones are associated with calm conditions and atmospheric stability. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം. ആൻറ്റി പൊതുവേ എന്താ പറയുക, പ്രതിചക്രവാതങ്ങൾ എന്ന് പറയുന്നത് പൊതുവേ ദുർബലമായിരിക്കും. കാരണം ഇവിടുത്തെ മർദ്ദ വ്യത്യാസങ്ങൾ വളരെ താരതമ്യേന ചെറുത്. അപ്പോൾ സൈക്ലോൺസ് ഉണ്ടാകുന്നത് റാപ്പിഡ് ആയിട്ടുള്ളൊരു ലോ പ്രഷർ ക്രിയേഷൻ്റെ ഫലമായിട്ടാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഉയർന്ന ഐസോബാറുകൾ, ഉയർന്ന പ്രഷറുള്ള പ്രദേശങ്ങളെ കാണാൻ പറ്റും. സോ അവിടുത്തെ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഗ്രേഡിയൻ്റ് മീൻസ് ഡിഫറൻസ്. പ്രഷറിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര കൂടുതലാണെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വളരെ ഇൻറ്റൻസിഫൈഡ് ആയിരിക്കും ആ വിൻഡ് വീശുന്നതും ആ സൈക്ലോണിക് ഫോർമേഷൻ ഉണ്ടാകുന്നതൊക്കെ ഭയങ്കര ഇൻറ്റൻസിറ്റിയിലായിരിക്കും. എന്നാൽ ആൻറ്റി സൈക്ലോൺസിൻ്റെ കാര്യത്തിൽ ഡിസെൻഡിങ് എയറിൻ്റെ കാര്യം പറയുന്നത് കൊണ്ടും ഒരു ഉച്ചമർദ്ദം, ഒരു ഹൈ പ്രഷർ സിസ്റ്റം നിലനിൽക്കുന്നത് കൊണ്ടും തന്നെ കാര്യമായ രീതിയിലുള്ള
എന്താ പറയുക, ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് നമുക്കിവിടെ ആൻറ്റി സൈക്ലോൺസിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ലോ ആയിട്ടുള്ള വിൻഡ് സ്പീഡുകളും താരതമ്യേന കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനും അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയും ഒക്കെ തന്നെയായിരിക്കും ആൻറ്റി സൈക്ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. സൈക്ലോൺസും ആൻറ്റി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു സംഗതിയാണ് അല്ലേ. ദ പാറ്റേൺ ഓഫ് വിൻഡ് ഡിറക്ഷനാണ് സൈക്ലോൺസിൻ്റെയും ആൻറ്റി സൈക്ലോൺസിൻ്റെയും. സൈക്ലോണിൻ്റെ കാര്യത്തിൽ പ്രഷർ കണ്ടീഷൻ ലോ ആണ്, ആൻറ്റി സൈക്ലോണിൻ്റെ കാര്യത്തിൽ പ്രഷർ കണ്ടീഷൻ ഹൈ ആണ്. പ്രത്യേകിച്ച് സെൻട്രലിലെ കാര്യമാണ് ഈ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ലോവും ഹൈയും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോൺസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ആൻറ്റി സൈക്ലോൺസ് ആണെങ്കിലോ ക്ലോക്ക് വൈസ്. സദേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോൺസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ്, ആൻറ്റി സൈക്ലോൺസ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. അങ്ങനെ രീതിയിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതിൻ്റെ ഒരു ടേബിൾ അറേഞ്ച്മെൻറ്റ് കൂടി തന്നുവെന്ന് മാത്രം. സൈക്ലോൺസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആൻഡ് ടെമ്പറേറ്റ് സൈക്ലോൺസ്. നമുക്ക് രണ്ടായിട്ട് പൊതുവെ സൈക്ലോൺസിനെ ക്ലാസിഫൈ ചെയ്ത് പറയാൻ പറ്റും. ഇതിൽ നിന്നും ചോദ്യമുണ്ട് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്നൊക്കെ പറയുന്നതിനകത്ത് നിന്ന്. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസും ഉണ്ട്, ടെമ്പറേറ്റ് സൈക്ലോൺസും ഉണ്ട്. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ട്രോപ്പിക്കൽ സൈക്ലോൺസ് തെർമലി ഇൻഡ്യൂസ്ഡ് ആണ് എന്ന് പറയാൻ പറ്റും. തെർമൽ സൈക്ലോൺസ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമേ. അതിവിടെ എഴുതിയിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആർ തെർമൽ സൈക്ലോൺസ്, വേറെ ടെമ്പറേറ്റ് സൈക്ലോൺസ് ആർ ഫ്രണ്ടൽ സൈക്ലോൺസ്. അത് നമ്മൾ ഫ്രണ്ടൽ സൈക്ലോൺസ് എന്ന് പറയുകയും ചെയ്യും കേട്ടോ. വേവ് സൈക്ലോൺസ് എന്ന് വിളിക്കാം, എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് വിളിക്കാം, ഫ്രണ്ടൽ. ഞാനിപ്പോൾ ഇവിടെ തെർമൽ എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറി വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനെ ഫ്രണ്ടൽ എന്ന് പറയണം. ഫ്രണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ കോൾഡ് എയറിൻ്റെയും ഹോട്ട് എയറിൻ്റെയും ഇൻ്റർമിക്സിങ് വരുന്ന ഭാഗത്തുണ്ടാവുന്ന ഒരു സൈക്ലോണിക് ഫോർമേഷനാണ് ഈ ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് പറയുക. കോൾഡ് എയറിൻ്റെയും ഹോട്ട് എയറിൻ്റെയും മിക്സിങ് അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെ ഒരു ബൗണ്ടറിയിലായിട്ടെന്ന രീതിയിൽ ഫോം ചെയ്യുന്ന സൈക്ലോൺസ് ആണ് ടെമ്പറേറ്റ് സൈക്ലോൺ. അതുകൊണ്ടാണ് അതിനെ ഫ്രണ്ടൽ സൈക്ലോൺ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, അതിർത്തി എന്നാണ് പറയുക. ഇപ്പോൾ ഫ്രണ്ടിയർ ഗാന്ധി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അല്ലേ, അദ്ദേഹത്തെയൊക്കെ പറയുന്ന പോലെ ഫ്രണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി. ഇപ്പോൾ ഫ്രണ്ടൽ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്, അതിർത്തി എന്ന രീതിയിൽ നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഫ്രണ്ടൽ സൈക്ലോൺ എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ, കോൾഡ് ആൻഡ് ഹോട്ട് എയറിൻ്റെ കൺവേർജൻസ് വരുന്ന അല്ലെങ്കിൽ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാൻ സാധ്യതയുള്ള ബൗണ്ടറികളിൽ ഫോം ചെയ്യപ്പെടുന്ന സൈക്ലോൺസ് ആണ് ഫ്രണ്ടൽ സൈക്ലോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ടെമ്പറേറ്റ് സൈക്ലോൺസിന് ഏത് കാറ്റഗറി കൊടുത്തത്? ഫ്രണ്ടൽ സൈക്ലോൺസ് എന്ന കാറ്റഗറി കൊടുത്തത്. എന്നിരുന്നാൽ ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെയല്ല. അവിടെ താരതമ്യേന ഉയർന്ന താപനില എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന ലോ പ്രഷറിലേക്ക് ചുറ്റുമുള്ള ഹൈ പ്രഷറിൽ നിന്നും കാറ്റടിഞ്ഞു കൂടുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന സൈക്ലോൺസ് ആണെന്ന് എന്നതുകൊണ്ടാണ് ഇതിനെ ട്രോപ്പിക്കൽ സൈക്ലോണിനെ ഒരു തെർമൽ സൈക്ലോൺ എന്ന പേരിൽ നമുക്ക് വിശേഷിപ്പിക്കാനും സാധിക്കുന്നത്. അതൊന്നും അറിഞ്ഞിരിക്കുക, ചോദ്യം അങ്ങനെയും വരാവുന്നതാണ്. സൈക്ലോൺസ് ബീങ് എ സെക്കൻഡറി സർക്കുലേഷൻ ആർ എംബഡഡ് ഇൻ ദി പ്രൈമറി സർക്കുലേഷൻ ഓഫ് ദ റീജിയൻ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രൈമറി ഉള്ള അവിടുത്തെ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ കാറ്റിൻ്റെ വേഗത, സാധാരണ കാറ്റിൻ്റെ ദിശ, സാധാരണ കാറ്റ്, അതിനാണ് പ്രൈമറി സർക്കുലേഷൻ എന്ന് പറയുക. സൈക്ലോൺസ് സെക്കൻഡറിയാണ്, കാരണം ഈ സാധാരണ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറ്റുകളിൽ തന്നെയാണ് പെട്ടെന്നൊരു ലോ പ്രഷറോ മറ്റോ എവിടെയെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ഈ കാറ്റുകളെ തന്നെയാണ് ഈ സൈക്ലോൺസ് ആകർഷിക്കപ്പെട്ട് സൈക്ലോണിക് ഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ സാധാരണ ഉണ്ടാകുന്ന കാറ്റുകൾക്ക് ഉണ്ടാകുന്ന കാറ്റുകൾ അവിടെ ഉണ്ടാവും, അത് പ്രൈമറി സർക്കുലേഷൻ നമ്മൾ പറയും. അതല്ല ഈ സൈക്ലോൺസ് സെക്കൻഡറിയാണ്. അത് കഴിഞ്ഞിട്ട് ആ കാറ്റുകൾ ഉപയോഗിച്ച് പിന്നീട് ഉണ്ടാകുന്നതാണ് സെക്കൻഡറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. അത് എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല, ഹൈലി അൺപ്രഡിക്റ്റഡുമാണ്. Therefore, a tropical cyclone embedded in the trade winds move from east to west and temperate cyclones embedded in the westerlies move from west to east. പൊതുവേ പറയാൻ പറ്റുന്ന സൈക്ലോണിക് ദിശയും അത് തന്നെയാണ് മക്കളെ. ട്രോപ്പിക്കൽ സൈക്ലോൺസ് അതുകൊണ്ട് എന്തായിട്ട് കണക്കൂട്ടേണ്ടി വരും? ട്രോപ്പിക്കൽ സൈക്ലോൺസ് ട്രേഡ് വിൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, കാരണം ട്രോപ്പിക്കൽ റീജിയനിൽ കാണുന്ന കാറ്റുകൾ അല്ലെങ്കിൽ പ്രൈമറി സർക്കുലേഷൻ എന്ന് പറയുന്നത് ട്രേഡ് വിൻഡ് ആണല്ലോ. അപ്പോൾ ട്രേഡ് വിൻഡ് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് വീശുന്ന ഈസ്റ്റേർലികളാണെന്നുള്ളത് കൊണ്ട് തന്നെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് നമുക്ക് എന്ത് വിളിക്കേണ്ടി വരും? ഈസ്റ്റേർലി സൈക്ലോൺസ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എംബഡഡ് ഇൻ ദ ട്രേഡ് വിൻസിനാൽ രൂപീകൃതമാകുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺസ് മൂവ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ ദിശ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മൂവ് ചെയ്യുന്ന ദിശ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മക്കളെ, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റ്. നമ്മൾ പൊതുവേ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ചുഴലിക്കാറ്റും ചക്രവാത ചുഴിയും രൂപീകൃതമാകുന്നു എന്നത് വാർത്തകളിലൂടെ നിങ്ങൾ അറിയുമ്പോൾ പൊതുവെ ഏത് കടലിലാണ് ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടു, ചക്രവാത ചുഴി രൂപപ്പെട്ടു എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ടാവാൻ സാധ്യത അറബിക്കടലോ ബംഗാൾ ഉൾക്കടലോ? അറബിക്കടലോ ബംഗാൾ സാധ്യത കൂടുതൽ ഏതിനായിരുന്നു? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം. ഞാൻ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ കേട്ടിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദമാണ്, അറബിക്കടലിലെ ന്യൂനമർദ്ദം അല്ല. അത് വളരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ. പിടിയിട്ടുന്നുണ്ടോ? എന്തുകൊണ്ട്? ബിക്കോസ് ദേ ആർ കമ്മിങ് ഫ്രം ദി ഈസ്റ്റ്, റൈറ്റ്? അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോണിക് ഫോർമേഷൻസ് എന്ന് പറയുന്നത് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് വീശുന്നവനാണ്. അതുകൊണ്ട് കിഴക്ക് പ്രസൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റും. ടെമ്പറേറ്റ് സൈക്ലോൺസോ നേരെ തിരിച്ചാണ്, അവന്മാർ വെസ്റ്റർലീസിൻ്റെ ഭാഗമായിട്ടുള്ളവന്മാരാണ്. അവ വെസ്റ്റർലീസിൻ്റെ ഭാഗമായിട്ടുള്ള കാറ്റുകളെ ആകർഷിച്ചിട്ടാണ്
രൂപീകൃതമാവുന്നത് ആര്? ടെമ്പറേറ്റ് സൈക്ലോൺസ്. അതുകൊണ്ട് അവന്മാരെ എന്ത് വിളി? അവന്മാർ എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും മൂവ്? അപ്പോൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുക. മൂവ് ചെയ്യുക. ഓക്കെ, മൂവ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. വ്യക്തമല്ലേ പിള്ളേരെ? സോ വെസ്റ്റ് ടു ഈസ്റ്റ് പോകുന്ന സൈക്ലോണിക് ഡിസ്റ്റർബൻസസ് ആര് എന്ന് ചോദിച്ചാൽ അത് ടെമ്പറേറ്റ് സൈക്ലോണും, ഈസ്റ്റ് ടു വെസ്റ്റ് വരുന്ന സൈക്ലോണിക് ഡിസ്റ്റർബൻസ് ആരെന്ന് ചോദിച്ചാൽ അത് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയാൻ പറ്റണം. സിമ്പിളാണ്. ഇന്ത്യയുടെ കാര്യം ആലോചിച്ച് ന്യൂനമർദ്ദം ബംഗാളിലാണ് എപ്പോഴും രൂപീകൃതമാകുന്നതെന്ന് കേട്ടാൽ പിടിക്കാൻ പറ്റും. നമുക്ക് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് പോകുന്നവനാണ് ട്രോപ്പിക്കൽ എന്ന രീതിയിൽ പഠിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ്. ദ എയർ rises when it converges on a low pressure system or a cyclone. Therefore clouds and precipitation are common around the center of a cyclone. ഞാൻ പറഞ്ഞല്ലോ, സൈക്ലോൺ ഉണ്ടാകുന്ന സമയത്ത് എയർ വന്ന് കൺവേർജ് ചെയ്തിട്ട് അത് ഉയർന്ന മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഉയർന്ന മുകളിലേക്ക് പോകുന്ന അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുന്ന എയർ മാസ് എപ്പോഴും സൈക്ലോണുമായിട്ട് അസോസിയേറ്റ് ചെയ്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സൈക്ലോണിക് ഡിസ്റ്റർബൻസസ് പൊതുവെ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള റെയിനോ, സ്റ്റോമോ, കലാമിറ്റിയോ പോലുള്ളവ കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് മഴ പെയ്ക്കാനും മറ്റുമൊക്കെയുള്ള സാധ്യത, പ്രസിപ്പിറ്റേഷനുള്ള സാധ്യത കൂടുതലാണ് സൈക്ലോണിക് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട്. ടെമ്പറേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലോ കുറവാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദേ ആർ വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ് ഇൻ ദ മിഡ് ഓർ ഹയർ ലാറ്റിറ്റ്യൂഡ്സ്. ട്രോപ്പിക്കൽ കഴിഞ്ഞ്, അതായത് ഒരു 30 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 60 ഡിഗ്രി റേഞ്ചിലൊക്കെ വരുന്ന സൈക്ലോണിക് ഡിസ്റ്റർബൻസസ് ആണ് പൊതുവേ നമ്മൾ ഈ ടെമ്പറേറ്റ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കുക. ദി സിസ്റ്റംസ് ആർ ഇൻ ഫ്രണ്ടൽ ഇൻ ഒറിജിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദാറ്റ് ഈസ് ദേ റിസീവ് എനർജി ഫ്രം ദി ഇൻറ്ററാക്ഷൻ ഓഫ് വാം ആൻഡ് കോൾഡ് എയർ മാസസ് അല്ലേ. അതുകൊണ്ടാണ് അവിടെ ഫ്രണ്ടൽ എന്ന് പറയും. വാം എയറും കോൾഡ് എയറും അബ്സല്യൂട്ട്ലി വാം എയറും കോൾഡ് എയറിൻ്റെയും ഫ്രണ്ടലാണ് ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറയുമ്പോൾ. കാരണം ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്നുള്ള വാം എയറിൻ്റെ പ്രസൻസും അവിടെയുണ്ട്, പോളാർ റീജിയനിൽ നിന്നും വരുന്ന കോൾഡ് എയറിൻ്റെ പ്രസൻസും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് എയറിൻ്റെയും കൺവെർജൻസ് വരുന്ന സ്ഥലമാണ് ഈ ടെമ്പറേറ്റ് സൈക്ലോൺസ് ഫോം ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫ്രണ്ട് ക്രിയേറ്റഡ് ഡ്യൂ ടു ദി ഇൻട്രാക്ഷൻ ഓഫ് ദീസ് ടു എയർ മാസസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെമ്പറേറ്റ് സൈക്ലോൺസ്. ഇപ്പോൾ ടെമ്പറേറ്റ് സൈക്ലോൺസിൻ്റെ രൂപീകരണത്തിന് കാരണം ഇവരാണെന്ന് പറയുവാണ്. എന്താണ് ആ സ്ട്രക്ചർ എന്ന് നോക്കിയാൽ, ഫ്രണ്ട് ഇസ് ക്രിയേറ്റഡ് ബൈ ദ കോൾഡ് polar air mass and the warm tropical air mass, and initially this front is stationary. അപ്പോൾ നമ്മുടെ പോളാർ എന്ന് വരുന്ന തണുത്ത കാറ്റും ട്രോപ്പിക്കലിൽ നിന്ന് വരുന്ന വാം കറന്റും തമ്മിലുള്ള കൺവെർജൻസ് കാരണം ഉണ്ടാവുകയാണ്. A low pressure develop along the front and around the low pressure center the wind starts to blow in the anti-clockwise direction if it is in the northern hemisphere ഉള്ള കാര്യം പറയുന്നതാണ്. വെസ്റ്റ് ഓഫ് ദിസ് ലോ പ്രഷർ, അവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ഫോം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ആ ലോ പ്രഷർ റീജിയൻ്റെ വെസ്റ്റേൺ സൈഡിലേക്ക് നോക്കുമ്പോൾ ദ കോൾഡ് എയർ ട്രാവലിംഗ് ഫ്രം ദ നോർത്ത് ക്രിയേറ്റ്സ് എ കോൾഡ് ഫ്രണ്ട് ആൻഡ് ടു ദ ഈസ്റ്റ് ഓഫ് ദ ലോ പ്രഷർ ദ വാം എയർ ട്രാവലിംഗ് ഫ്രം ദ സൗത്ത് ക്രിയേറ്റ്സ് എ വാം ഫ്രണ്ട്. അപ്പം നിലവിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ലോ പ്രഷർ റീജിയൻ്റെ വെസ്റ്റ് സൈഡിൽ ഒരു കോൾഡ് കറണ്ടും ഈസ്റ്റ് സൈഡിൽ ഒരു ഹോട്ട് കറണ്ടും എന്ന രീതിയിൽ പ്രസൻ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനാണ് ഈ ഒരു അതിർത്തിയിൽ നമുക്ക് കാണാൻ പറ്റുക. ആസ് ദി ഫ്രണ്ട് റൊട്ടേറ്റ്സ്, ഈ പറയുന്ന ഫ്രണ്ടൽ റീജിയൻ ലോ പ്രഷർ റീജിയനിലുള്ള റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് ദ കോൾഡ് ഫ്രണ്ട് ഇസ് ഓൾവേസ് ബിഹൈൻഡ് ദ വാം ഫ്രണ്ട് ആൻഡ് ഈസ് ഫാസ്റ്റർ ദാൻ ദി വാം ഫ്രണ്ട്. എപ്പോഴും ഈ ആൻറ്റി സൈക്ലോൺസിൻ്റെ കാര്യത്തിൽ കോൾഡ് ഫ്രണ്ട് ആയിരിക്കുമോ അല്ലെങ്കിൽ കോൾഡ് കാറ്റിൻ്റെ ആ ഒരു എന്താ പറയുക പ്രസൻസ് ആയിരിക്കുമോ, ഹോട്ട് കറൻസിൻ്റെ പ്രസൻസ് ആയിരിക്കുമോ കൂടുതൽ ഫാസ്റ്റർ ആയിരിക്കുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കോൾഡ് ഫ്രണ്ട് ആയിരിക്കും കൂടുതൽ ഫാസ്റ്റർ എന്ന് മനസ്സിലാക്കിയിരിക്കുക ദാൻ ദി വാം ഫ്രണ്ട്. As the cold front catches up the warm front, it fully lifts the warm air mass and creates an occluded front. Occluded front എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ കോൾഡ് കറണ്ട് ഹോട്ട് കറണ്ടുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കോൾഡ് കറണ്ടിൻ്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അത് താഴെ നിർത്തുകയും ഹോട്ട് കറണ്ടിനെ എന്താ പറയുക പമ്പ് ചെയ്ത് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് വിടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഒക്ലൂഡഡ് ഫ്രണ്ട് എന്ന് പറയുക. വാമും കോൾഡുമായിട്ടുള്ള കറണ്ടുകൾ തമ്മിൽ മീറ്റ് ചെയ്ത് ഇത്തരത്തിൽ ഹോട്ട് എയറിനെ അപ്ലിഫ്റ്റ് ചെയ്ത് കളയുന്ന ഒരു റീജിയൻ, ആ ഒരു ബൗണ്ടറിനെയാണ് നമ്മൾ ഒക്ലൂഡഡ് ഫ്രണ്ട് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഒക്ലൂഡഡ് ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് സൈക്ലോണിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് ടെമ്പറേറ്റ് സൈക്ലോൺസിലാണെന്ന് പറയാൻ പറ്റും. ഫ്രണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് ടെമ്പറേറ്റിനോട്ട് പോകണം. നിങ്ങൾക്ക് ഒക്ലൂഡഡോ അല്ലാത്തയാണോ എന്നൊന്നും ചോദിക്കേണ്ട പോലും ആവശ്യമില്ല. ഫ്രണ്ട് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. As the occlusion grows, the fronts and low pressure disappears since the air mass have lost their temperature contrast and the cyclone dies. പതിയെ ഈ സൈക്ലോൺ അങ്ങ് ഇല്ലാണ്ടാവുക. കാരണം ഈ ഭാഗത്ത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്ത കോൾഡ് ഹോട്ട് എയറിൻ്റെ ജോയിനിങ്ങിൽ ഈ കോൾഡ് എയർ താഴത്തെ നിലനിർത്തുകയും ഹോട്ടിനെ പതുക്കെ ഇങ്ങനെ മുകളിലേക്ക് ട്രാവൽ ചെയ്യിച്ച് വിടുകയും ചെയ്യുന്ന സമയത്തിന് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരുന്ന് വരുന്ന സമയത്ത് പിന്നെ പതുക്കെ ഇവിടെ ഒരു സൈക്ലോൺ അങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു, ദുർബലം ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുക.
ഇപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഒരു ലോ പ്രഷർ സിസ്റ്റം ഉണ്ടായി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പർ അറ്റ്മോസ്ഫിയർ വിൻഡ് സച്ച് ആസ് ജെറ്റ് സ്ട്രീം പോലുള്ളവ വരുന്നതിൻ്റെ സാഹചര്യത്താലാവാം, ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദി എയർ മാസസ് ആകാം, അല്ലെങ്കിൽ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ സൈക്ലോണ് ഈ ഒരു മിഡ് ലാറ്റിറ്റ്യൂഡ്സിലേക്ക് കടന്നു വരുന്നതുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഏത് കാരണത്താലും വേണമെങ്കിലും നമുക്കിവിടെ ഒരു ലോ പ്രഷർ ഉണ്ടാകുന്ന സാഹചര്യത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് സൈക്ലോണിക് ഫ്ലോയുടെയും ആൻറ്റി സൈക്ലോണിക് ഫ്ലോയുടെയും ഒരു രത്നച്ചുരുക്ക ചിത്രം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കൺവേർജൻസ് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാറ്റ് ദൂരേക്ക് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്, കാറ്റ് അടുത്തേക്ക് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്, റിഡ്ജ്, ട്രഫ്, വാട്ട് എവർ ഇറ്റ് ഈസ്. റൈറ്റ്. ഫീച്ചേഴ്സ് ഓഫ് ടെമ്പറേറ്റ് സൈക്ലോൺസ്. ടെമ്പറേറ്റ് സൈക്ലോൺസിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓൾറെഡി പറഞ്ഞതിനകത്ത് കാര്യങ്ങൾ കിടപ്പുണ്ട്, എന്നാലും ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റൈറ്റ്. ഒന്ന്, ദർ എക്സ്റ്റെൻസീവ് സിസ്റ്റംസ് ഹാവിംഗ് ഡയമീറ്റേഴ്സ് ഓഫ് അബൌട്ട് 800,600 kilometers, സോ എ മച്ച് ലാർജ് ഏരിയ ഈസ് അഫക്റ്റഡ് കമ്പയർഡ് ടു ദ ട്രോപ്പിക്കൽ സൈക്ലോൺസ്. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഞാൻ പറഞ്ഞു വളരെ ക്വിക്കായിട്ടുള്ള ഗ്രേഡിയൻറ്റ് ഷിഫ്റ്റിൽ നിന്നുണ്ടാകുന്നതാണ്. വളരെ പെട്ടെന്ന് വളരെ അടുത്തടുത്തുള്ള ഗ്രേഡിയൻറ്റ് പ്രഷർ ഗ്രേഡിയൻറ്റിൽ വലിയ വ്യത്യാസം വരുമ്പോഴാണ് സൈക്ലോൺസ് ഉണ്ടാവുക. അപ്പോൾ താരതമ്യേന വലിപ്പം കുറവായിരിക്കും. എന്നാൽ ഈവൻ ടെമ്പറേറ്റ് സൈക്ലോൺസ് കുറച്ചുകൂടി വലിപ്പമുള്ള സൈക്ലോൺസ് ആയിരിക്കും. വളരെ ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. നമ്മൾ പഠിച്ചു 800 മുതൽ 1600 കിലോമീറ്റർ വരെ ഡയമീറ്റർ വരാൻ സാധ്യതയുള്ള വലിപ്പമേറിയ സൈക്ലോൺസ് ആണ് ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് പറയാം. ഒന്ന്. രണ്ട്, they have a weak pressure gradient, so the wind velocity is much lesser than that of tropical cyclone. The average wind velocity of a temperate cyclone is ranging from about 30 to 50 km/h. യെസ്, നമുക്ക് 115-120 km/h വരെ ജെറ്റ് സ്ട്രീംസിന് സഞ്ചരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്ര കണ്ട് വീക്കായിട്ടുള്ള ഒരു ഗ്രേഡിയൻറ്റ് കാരണം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ വേഗത കുറവാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണത്. എത്രയേ ഉണ്ടാവുള്ളൂ? ഏകദേശം 30 മുതൽ 50 km/h മാത്രം വേഗതയോടുകൂടി സഞ്ചരിക്കുന്ന വിൻഡിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കും നമുക്കിവിടെ ടെമ്പറേറ്റ് സൈക്ലോൺസിൽ കാണാൻ പറ്റുക. ആൻഡ് ദെയർ ഫ്രണ്ടൽ ഇൻ ഒറിജിൻ നമ്മൾ പറഞ്ഞു. ട്രോപ്പിക്കൽ സൈക്ലോൺസ് തെർമൽ ഒറിജിനാണ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇവൻ ഫ്രണ്ടൽ ഒറിജിനാണ് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരിക. പിന്നെ ദേ ക്യാൻ ഒറിജിനേറ്റ് ഓവർ ലാൻഡ് ആൻഡ് വാട്ടർ കേട്ടോ. അപ്പോൾ അത് കടലിലും രൂപീകൃതമാകാൻ സാധിക്കും, കടലിന് മുകളിലും കരയ്ക്കുമീതെയും രൂപീകൃതമാകാൻ സാധിക്കുന്നത് തന്നെയാണ് ടെമ്പറേറ്റ് സൈക്ലോൺസ്. അവർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, പക്ഷേ ഡിസ്ട്രക്റ്റീവ് അല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ടെമ്പറേച്ചർ, കാരണം ചെറിയ ഗ്രേഡിയൻറ്റ് വ്യത്യാസം വന്നാലും ഉണ്ടാകുന്നവനാണ് എന്നുള്ളതുണ്ട്. ചെറിയ പ്രഷർ ഡിഫറൻസസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ആരെ പറയാൻ പറ്റും ഈ ടെമ്പറേറ്റ് സൈക്ലോൺസ് ഉണ്ടാകുന്നു എന്നുള്ളത് പറയാൻ പറ്റും. ബട്ട് ദേ മൂവ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റർലീസ്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചു. ആൻഡ് ദേ ആർ മെയിൻ റീസൺ ഫോർ മോർ ഓർ ലെസ് the uniform rainfall and high variability of weather conditions in the mid latitudes. മിഡ് ലാറ്റിറ്റ്യൂഡിനൽ റീജിയനുകളിൽ യൂണിഫോം ആയിട്ട് മഴ കിട്ടുന്നതിനും വെതർ ചേഞ്ചസ് ഉണ്ടാകുന്നതിനും ഒരു പരിധി വരെ കാരണം ഇവനാകുന്നു നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ദെയർ ലൈഫ് സൈക്കിൾ ഈസ് അബൌട്ട് 10 to 15 days. നമ്മൾ പറഞ്ഞല്ലോ ഇത് ദുർബലമായി പതുക്കെ അങ്ങ് ഇല്ലാണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ. അതൊരു 10 മുതൽ 15 ദിവസത്തിനകത്ത് വെച്ച് തന്നെ ഈ ഒരു സൈക്ലോൺസ് പൂർണ്ണമായി ഡൈ ഔട്ട് ചെയ്യുന്ന കണ്ടീഷൻ നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അതൊക്കെയാണ് നമ്മുടെ നോട്ട് ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് സൈക്ലോൺസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പറയുന്നത്. Western disturbances occurring over the northern part of the Indian subcontinent during the winter season are actually weak temperate cyclones that are captured by subtropical westerly jet streams. നിങ്ങൾ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ഇന്ത്യൻ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, ഏതെങ്കിലും ഡിസ്കഷനിലൂടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാകും. വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പൊതുവേ നമ്മുടെ ഇന്ത്യയിൽ നോർത്തേൺ ഹെമീസ്ഫിയർ അല്ലെങ്കിൽ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ വിൻ്റർ സീസണിൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വീക്കായിട്ടുള്ള ഒരു ടെമ്പറേറ്റ് സൈക്ലോണിൻ്റെ ഒരു എക്സിസ്റ്റൻസിനെയാണ് നമ്മൾ ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് എന്ന രീതിയിൽ നമ്മൾ പറയുക. ദി സൈക്ലോൺസ് ഒറിജിനേറ്റ് ഇൻ ദ വെസ്റ്റ് ഏഷ്യ, ദ മെഡിറ്ററേനിയൻ റീജിയൻ ആൻഡ് ഈവൻ ആസ് ഫാർ ആസ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് വിൽ ബി ക്യാരിഡ് ഈസ്റ്റ്വേർഡ് ബൈ ദി സബ്ട്രോപ്പിക്കൽ വെസ്റ്റർലി ജെറ്റ് സ്ട്രീംസ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വെസ്റ്റർലി ജെറ്റ് സ്ട്രീംസിൻ്റെ പ്രസൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജെറ്റ് സ്ട്രീംസിനെ പറ്റി പഠിക്കുകയും ചെയ്തു. ഈ വെസ്റ്റർലി ജെറ്റ് സ്ട്രീംസ് ഈ പറയുന്ന സൈക്ലോണിക് ഡിസ്റ്റർബൻസസ്, ഈ ടെമ്പറേറ്റ് ആയിട്ടുള്ള ഈ സൈക്ലോണിക് ഡിസ്റ്റർബൻസസിനെ ഈസ്റ്റിലേക്ക് മെഡിറ്ററേനിയൻ റീജിയനിൽ ഉണ്ടാകുന്ന ഈ ഒരു സൈക്ലോണിക് ഡിസ്റ്റർബൻസസിനെ ക്യാരി ഓവർ ചെയ്ത് ഇന്ത്യൻ നോർത്തേൺ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ പറ്റുക. Their moisture content is increased as they move over the Red Sea and the Persian Gulf. And these cyclones will be very weak by the time they reach the subcontinent and give light rainfall. Winter സമയത്ത് ഈ ഒരു ഒക്ടോബറിനും പിന്നെ ഫെബ്രുവരിക്കും ഇടയിൽ വരുന്ന കണ്ടീഷനിൽ വളരെ ലൈറ്റായിട്ട് മഴ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വെസ്റ്റേൺ ഡിസ്റ്റർബൻസസിൻ്റെ ഭാഗമായിട്ടാകാം നമുക്ക് മഴ കിട്ടുന്നത്. ബിക്കോസ് ദേ ഹാവ് മോയ്സ്ചർ ആസ് ദേ പാസ് ത്രൂ റെഡ് സീ ആൻഡ് പേർഷ്യൻ ഗൾഫ്. പേർഷ്യൻ ഗൾഫിൻ്റെയും റെഡ് സീ മേഖലയുടെയും മുകളിലൂടെ കടന്നു വരുന്നതായതുകൊണ്ടുള്ള വെള്ളത്തിൻ്റെ ഒരു വളരെ കുറച്ചാണ്. കാരണം രണ്ടും വലിയ തടാകങ്ങൾ പോലെ പറയുന്നതല്ലേ. മറ്റത് ഗൾഫുമാണ്, പേർഷ്യൻ ഗൾഫ് എല്ലാം താരതമ്യേന കുറവ് വാട്ടർ കണ്ടൻറ്റുള്ളതാണ്.
On reaching Rajasthan, Punjab and Haryana, these disturbances slow down and stagnate because of the nearly closed in nature of the region with the high hills. പാരവല്ലി മറ്റ് മലനിരകളുടെയൊക്കെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഈ ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഇവൻ എക്സ്ട്രീംലി സ്ലോ ഡൗൺ ചെയ്യപ്പെടുന്നതാണ് പറയുന്നത്. With the moisture feed from the Arabian Sea, these disturbances may intensify and could move further east or south. അതായത് ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ആയിട്ട് മെഡിറ്ററേനിയനിൽ നിന്ന് ഒക്കർ ചെയ്ത് വരുന്ന ഈ സൈക്ലോൺസ്, ഈ ടെമ്പറേറ്റ് സൈക്ലോൺസിൽ മോയ്സ്ചർ കുറച്ചുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അറബിക്കടലിൽ നിന്നുള്ള മോയ്സ്ചർ ഇതിനെ ആക്സിലറേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് കുറച്ചും കൂടി കിഴക്കോട്ടോ തെക്കോട്ടോ വന്ന് കൂടുതൽ മഴ തരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഹെൻസ് since these are extra tropical cyclones, അതായത് പുറത്തുനിന്ന് ട്രോപ്പിക്കൽ റീജിയന് പുറത്തുനിന്നുള്ള സൈക്ലോൺസ് ആയതുകൊണ്ട് ദാറ്റ് റീച്ച് ഇന്ത്യ ഫ്രം ദി വെസ്റ്റ്, ദേ ആർ റെഫേർഡ് ടു ആസ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്. നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് അല്ല, ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതല്ല, വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വെസ്റ്റേൺ റീജിയനിൽ നിന്ന് വന്നതുകൊണ്ട് ഇവന്മാരെ വിളിക്കുന്ന പേരാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് എന്ന് പറയുക. എന്താണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസിൻ്റെ ഇഫക്റ്റ്? നമ്മൾ ഈ കണ്ടതിനകത്തുണ്ടല്ലോ, ലൈറ്റായിട്ടുള്ള റെയിൻഫോൾ തരാം. അത് റാബി വിളകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് ശരിക്കും പറഞ്ഞാൽ സഹായകരമായേക്കാം. കോൾഡ് വേവ് ആ ഒരു പ്രദേശത്ത് ഉണ്ടാക്കുന്നു, ചെറിയ മഴയും പിന്നെ ഈ മെഡിറ്ററേനിയൻ റീജിയനിൽ നിന്ന് വരുന്നതുകൊണ്ട് അല്പം തണുപ്പ് അവനിൽ ഉണ്ടാവും. മാത്രമല്ല ഇവൻ ടെമ്പറേറ്റ് സൈക്ലോണുമാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് തണുപ്പുണ്ടാവും. ഹയർ ലാറ്റിറ്റ്യൂഡുകളിൽ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് പോലുള്ള ഇടങ്ങളിൽ സ്നോഫോളിനെ അതുകൊണ്ട് ഇവൻ ആക്സിലറേറ്റ് ചെയ്തേക്കും. ഹെയിൽ ഫോർമേഷൻസ്, ആലിപ്പഴ വീഴ്ചകൾക്കും കാരണം ആയേക്കാം എന്നുള്ളതാണ് അവൻ്റെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസിൻ്റെ ചില പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ക്ലിയർ ആണല്ലോ? റൈറ്റ്. So now move on to the tropical cyclones. Moving on to the tropical cyclones. നമുക്ക് ആ ട്രോപ്പിക്കൽ മേഖലയിൽ നമ്മൾ കാണുന്ന സൈക്ലോൺസിനെ പറ്റിയിട്ട് കൂടി ഒന്ന് പഠിക്കാം. They usually develop in the summer season in the vicinity of the ITCZ, അതായത് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോണിന് അടുത്തായിട്ട് പൊതുവെ സമ്മർ സീസണുകളിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നതാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. നമ്മൾ പറഞ്ഞു ഇത് തെർമലി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളതാണ്, ഫ്രണ്ടൽ ഇൻഡക്ഷൻ അല്ല. ഇവിടെ തെർമൽ ഇൻഡക്ഷൻ ആണ് പറഞ്ഞത്. താപനിലയിൽ ഉണ്ടാകുന്ന ഹ്യൂജ് ഡിഫറൻസ് കാരണം ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചുറ്റുമുള്ള എയറിനെ ആകർഷിക്കപ്പെട്ടുണ്ടാകുന്ന കണ്ടീഷനാണ് ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുക. The genesis of low pressure is thermal, but not all warm areas can develop tropical cyclones. തെർമൽ ആണെന്ന് കരുതി ചൂടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയുന്നത്. അതിന് ചില പാരാമീറ്റേഴ്സ് കൂടിയുണ്ടല്ലോ. The precise mechanism that triggers the low pressure is not objectively known, but the following are related to the conditions that most likely creates a tropical cyclone. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചൂടുള്ള എല്ലാ ഇടങ്ങളിലും എന്തുണ്ടാവണില്ല, ഏത് നമ്മുടെ ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ടാവണില്ല. അപ്പോൾ ചൂട് മാത്രമാണ് ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ ഉണ്ടാക്കേണ്ട കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ആ ഒരു ഒബ്ജക്റ്റീവ്ലി നമ്മളിതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ചൂട് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്, അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഒരു എഫക്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറാണെന്നുള്ള കാര്യത്തിന് കൺഫ്യൂഷൻ ഇല്ല. അതിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ദ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഓ ദെയർ ഒറിജിൻ ടു ദി വാംനെസ് ഓഫ് വാട്ടർ. യെസ്, വെള്ളം ചൂടാകുന്നതാണ് സൈക്ലോൺസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നു സമുദ്രത്തിലുണ്ടാകുന്ന സൈക്ലോൺസിൻ്റെ കാര്യത്തിൽ. They are sustained by the energy received from the latent heat of condensation associated with the cumulonimbus clouds. Cumulonimbus cloudsൻ്റെ പ്രത്യേകത ഇവന്മാർ മഴ പെയ്യിക്കാൻ അഗ്രഗണ്യന്മാരായിട്ടുള്ള ക്ലൗഡ്സ് ആണ്. സമുദ്രത്തിലാണ് വെള്ളം ആ നീരാവിയാക്കുന്ന സമയത്തുണ്ടാകുന്ന ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ ഈ ചൂടുവെള്ളം മുകളിലേക്ക് പോകും. ചൂടുവെള്ളം മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയതിന് ശേഷം ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ഇവൻ ഘനീഭവിക്കും, ഇവൻ പതുക്കെ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവൻ്റെ എനർജി റിലീസ് ചെയ്യപ്പെടണം. ആ എനർജിയാണ് ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്താ പറയുക റിസീവ് ചെയ്യപ്പെടുന്ന എനർജി എന്നാണ് പറയുന്നത്. അങ്ങനെ കണ്ടൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവൻ എന്തും ക്രിയേറ്റ് ചെയ്യും. കണ്ടൻസ് ചെയ്യുന്നത് കൊണ്ട് ഇവൻ ക്യുമുലോനിംബസ് ക്ലൗഡ്സിൻ്റെ ഫോർമേഷന് നേതൃത്വം കൊടുക്കും, അല്ലെങ്കിൽ ക്യുമുലോനിംബസ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നതിന് കാരണമാകും. വിച്ച് ഈസ് ദി ക്ലൗഡ്സ് ഫോർ റെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലൗഡ്സ് ആണ് ക്യുമുലോനിംബസ് എന്ന് പറയുക. ഹെൻസ് ദേ ഓൾവേസ് ഡെവലപ്പ് ഓവർ വാട്ടർ ബോഡീസ്. നോക്കി വെച്ചോ, ഹെൻസ് ദേ ഓൾവേസ് ഡെവലപ്പ് ഓവർ വാട്ടർ ബോഡീസ്. നമ്മൾ ടെമ്പറേറ്റ് സൈക്ലോൺസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യം അവർ വാട്ടർ ബോഡീസിലും ക്രിയേറ്റ് ചെയ്യപ്പെടും, ലാൻഡിലും ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ട്രോപ്പിക്കൽ സൈക്ലോൺസോ ദേ ക്രിയേറ്റ് ഓവർ ദി water bodies, അല്ലേ? They always created over the water bodies and they do not develop on land and they die when they hit the land. ഇവൻ ഈ പറയുന്ന ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ വേണം. അപ്പോൾ അത് കരയിലേക്ക് കടന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല. സൈക്ലോൺസിന് നിലനിൽക്കാനുള്ള എനർജി കിട്ടുന്നത് ഈ ഒരു കണ്ടൻസേഷൻ പ്രോസസ്സിലൂടെയാണ്. കണ്ടൻസേഷൻ വഴി ക്ലൗഡും ഫോം ചെയ്യുന്നുണ്ട്. ആ കണ്ടൻസേഷൻ വഴി റിലീസ് ചെയ്യപ്പെടുന്ന എനർജി ഈ സസ്റ്റൈനൻസ് ഓഫ് ഈ സൈക്ലോൺസിൻ്റെ സസ്റ്റൈനൻസിനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കരയിലേക്ക് തൊട്ടാൽ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ കര തൊടുമ്പോൾ മരണപ്പെട്ടു പോകുന്ന സൈക്ലോണാണ് ഇത് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ടാകണമെങ്കിൽ എന്താകണം? അതൊരു വാട്ടർ ബോഡിക്ക് മുകളിൽ തന്നെ ആകണമെന്നതും മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ദേ ഡു നോട്ട് ഡെവലപ്പ് ഓൺ ലാൻഡ് ആൻഡ് ദേ ഡൈ വെൻ ദേ ഹിറ്റ് the land.
The place where a tropical cyclone crosses the coast is called the landfall of the cyclone. ഒരു തീരദേശത്തേക്ക് സൈക്ലോൺ വന്ന് പ്രവേശിക്കുമ്പോൾ ആ പ്രദേശത്തെ വിളിക്കുന്ന പേര്, ആ ഒരു കോസ്റ്റൽ റീജിയനെ വിളിക്കുന്ന പേരാണ് ലാൻഡ് ഫാൾ ഓഫ് ദി സൈക്ലോൺ എന്ന് വിളിക്കും. എന്താ വിളിക്കാൻ? ലാൻഡ് ഫാൾ ഓഫ് ദി സൈക്ലോൺ. കാരണം അവിടെ ലാൻഡിൽ വന്ന് വീഴുന്നു എന്ന് പറയുന്ന പോലെയാണ് ആ സൈക്ലോൺ. അതുകൊണ്ടാണ് ലാൻഡ് ഫാൾ ഓഫ് ദി സൈക്ലോൺ എന്ന ആ ഒരു പ്രദേശത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. The ITCZ, Intertropical Convergence Zone, or the low pressure condition formed at 5 to 8 degrees away from the equator. The tropical cyclones require some amount of Coriolis force over the curvature of the winds, that is to make it into a rotating system. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. Coriolis force തന്നെയാണ് അവിടെ റൊട്ടേറ്റിംഗ് എഫക്റ്റ് സൈക്ലോൺസിന് കൊണ്ടുവരുന്നത്. The sea surface temperature being more than 27 degrees Celsius, a strong anticyclonic divergence in the upper troposphere coupled to the surface low pressure. അപ്പർ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ആൻറ്റി സൈക്ലോണിക് ഡൈവേർജൻസ് കാറ്റ് വന്ന് കൂടിച്ചേരുന്ന ഒരു പരിപാടി ലോവർ അറ്റ്മോസ്ഫിയറിലുള്ള ഈ ലോ പ്രഷർ സിസ്റ്റം കൂടി കൂടിച്ചേർന്നിട്ടാണ് ഈ ഒരു സൈക്ലോൺ ഫോർമേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. എ സ്ട്രോങ് വിൻഡ് ഷിയർ ക്യാൻ ഡീകപ്പിൾ ദി അലോഫ് ഡൈവേർജൻസ് ഫ്രം ദി സർഫസ് കൺവേർജൻസ് ദെയർബൈ പ്രിവെൻറ്റിംഗ് ദ ഫോർമേഷൻ ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. മിക്കവാറും ഉണ്ടാകുന്ന പരിപാടി ഈ അപ്പർ ട്രോപ്പോസ്ഫിയറിൽ നിന്ന് വരുന്ന ആൻറ്റി സൈക്ലോണും നമ്മുടെ ലോവർ റീജിയനിൽ നിന്ന് വരുന്ന സൈക്ലോണിക് ഡിസ്റ്റർബൻസസിൻ്റെയും കൂടി ക്യുമുലേഷൻ വന്നു കഴിഞ്ഞാൽ പല സമയത്തും സൈക്ലോൺസ് ഫോം ചെയ്യാതെയും പോകാറുണ്ട് എന്നുള്ളത് പറയാറുണ്ട്. The wind shear is the difference in wind speed or directional over a relative short distance of atmosphere. Vertical or horizontal wind shear existed. വേണ്ട. Tropical cyclones are usually not created during the southwest monsoon season because of the strong vertical wind shear during the season. Vertical wind shear എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കലി ഒരുപാട് എന്താ പറയുക ഇവോപ്പറേഷനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, മൂവ്മെൻറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ സമയങ്ങളിൽ പൊതുവേ നമ്മൾക്ക് ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് കാണില്ല എന്നുള്ളതാണ്. They do not develop on tropical eastern waters. Tropical eastern waters നമ്മുടെ വെസ്റ്റ് കോസ്റ്റിൽ which has cold currents and upwelling of cold water. കോൾഡ് വാട്ടറിൻ്റെ പ്രശ്നം, കാരണം നമുക്കിത് വേണമെങ്കിൽ എന്ത് വേണം നമ്മൾ പറഞ്ഞു, ഹോട്ടായിട്ടുള്ള സീ സർഫസ് വേണം, ഹോട്ടായിട്ടുള്ള വാട്ടർ വേണം, എങ്കിലേ നമുക്ക് ഈ സൈക്ലോൺസിൻ്റെ ഫോർമേഷൻ പറയാൻ പറ്റും. അപ്പോൾ കോൾഡ് വാട്ടറുള്ള പ്രദേശങ്ങളിൽ പൊതുവേ എന്തുണ്ടാവാറില്ല, ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇത് ക്വൈറ്റ് കോമൺ ആണ്, വളരെയധികം ലോജിക്കലായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് കൺഫ്യൂഷനൊന്നും നമുക്ക് പറയാനില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ദി വെർട്ടിക്കൽ വിൻഡ് ഷിയർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു എന്താ പറയുക സ്റ്റോം അതിനെ തള്ളി നീക്കി കൊണ്ടുപോകുന്ന കണ്ടീഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു സൈക്ലോണിന് കൃത്യമായിട്ടൊരു ഫോർമേഷൻ പറയാൻ പറ്റാണ്ട് നിൽക്കും. ഓക്കെ, റൈറ്റ്. ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെയും ഫീച്ചേഴ്സ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ആൻ അക്യൂട്ട് ലോ പ്രഷർ അറ്റ് ദ സെൻറ്റർ ആസ് ലോ ആസ് 960 millibars, ഒരു 960 millibar വരെ താഴ്ന്ന സാഹചര്യത്തിലുള്ള ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി. എ സ്ട്രോങ് പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്, സോ ദ വിൻഡ് വെലോസിറ്റി ഈസ് മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് ടെമ്പറേറ്റ് സൈക്ലോൺസ്. ഓൾറെഡി നമ്മളത് പറഞ്ഞതാണ്, ട്രോപ്പിക്കലിനേക്കാൾ വിൻഡ് വെലോസിറ്റി അവിടെ കുറവാണ്. അപ്പോൾ എന്തായാലും ട്രോപ്പിക്കൽ സൈക്ലോൺസിന് വിൻഡ് വെലോസിറ്റി കൂടുതലായിരിക്കും. The World Meteorological Organization specifies a minimum wind speed of 119 km/h to designate a wind system as tropical cyclone. ഒരു വിൻഡ് സിസ്റ്റത്തിന് ട്രോപ്പിക്കൽ സൈക്ലോൺ ആയിട്ട് പരിഗണിക്കണമെങ്കിൽ പോലും വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ നിർണ്ണയിച്ചിരിക്കുന്ന വാല്യൂ ഓഫ് ദ വിൻഡ് സ്പീഡ് 119 km/h ആണ്, kmph. നമ്മൾ ടെമ്പറേറ്റ് സൈക്ലോൺസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് 30 to 50 km/h ആണ്, ഓർക്കുന്നുണ്ടോ? പക്ഷേ ഇവിടെ വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ ആയിട്ടൊരു സൈക്ലോണിനെ പരിഗണിക്കണമെങ്കിൽ അതിൻ്റെ വിൻഡ് വെലോസിറ്റി ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 119 km/h. മിനിമം വിൻഡ് സ്പീഡാണ് പറഞ്ഞേക്കുന്നത്. മിനിമം വിൻഡ് സ്പീഡ് ഷുഡ് ബി 119 km/h. 119 മണിക്കൂറിൽ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 120 130 ഇടയിലാകാൻ സാധ്യതയുള്ളതിനാൽ എന്നൊക്കെ പറയുമ്പോൾ അത് ഓക്കെ, ശരി, അത് ട്രോപ്പിക്കൽ സൈക്ലോൺ ആണെന്ന് എനിക്ക് പറയാം. കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 120 130 കുറവ്, എന്തായാലും 119 മുകളിലാണ്. അപ്പം മിനിമം 119 km/h എങ്കിലും വേഗത ഉണ്ടെങ്കിലേ എനിക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂ, അതിനെ ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂ. ആര് പറഞ്ഞതായി 119 കണക്ക്? വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കണക്കാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. According to IMD, Indian Meteorological Department, a minimum wind speed of 63 km/h is required to designate a wind system as a cyclonic storm. If it reaches 221, then it is called a super cyclonic storm. അപ്പോൾ വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ പ്രകാരം 119 km/h മിനിമം വേഗത സൈക്ലോൺ ഉണ്ടാക്കുന്ന കാറ്റിന് വേണമെങ്കിൽ ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് പ്രകാരം മിനിമം വിൻഡ് സ്പീഡ് 63 km/h. അത് ഏകദേശം പകുതി 63 km/h ഉണ്ടെങ്കിൽ അതിനൊരു സൈക്ലോണിക് സ്റ്റോം എന്ന രീതിയിൽ എനിക്ക് വിശേഷിപ്പിക്കാം. ഇത് ഇന്ത്യയിലെ സാഹചര്യം പറയുന്നത് IMDയുടെ കണക്ക് പ്രകാരമുള്ള ക്ലാസിഫിക്കേഷനാണ്.
ഇന്ത്യൻ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫിക്കേഷൻ പ്രകാരം 63 km/h എങ്കിലും വേഗത ഉണ്ടെങ്കിൽ എനിക്കൊരു സൈക്ലോണിക് സ്റ്റോമായിട്ട് വിശേഷിപ്പിക്കാം. അത് 221 പോവുകയാണെങ്കിൽ അതിനെ സൂപ്പർ സൈക്ലോണിക് സ്റ്റോം എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് മൂവ്സ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് വിത്ത് എ സ്പീഡ് ഓഫ് 300 to 500 km/day. ഒരു ദിവസം 300 മുതൽ 500 km വരെ സഞ്ചരിക്കാനുള്ള വേഗത്തിലായിരിക്കും ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഇവൻ സഞ്ചരിച്ച് പോരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. The diameter is about 150 to 250 kilometers. മറ്റത് 800 മുതൽ 1600 വരെ കിലോമീറ്റർ ഡയമീറ്റർ പറയുന്നു ടെമ്പറേച്ചർ സൈക്ലോണിൽ. ട്രോപ്പിക്കൽ സൈക്ലോൺസ് താരതമ്യേന കുറവാണ്. 150 മുതൽ 250 കിലോമീറ്റർ വരെയൊക്കെ ആയിരിക്കും മാക്സിമം ആ ഒരു ഡയമീറ്റർ ഇവന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഹാസ് എ ഹ്യൂജ് cumulonimbus cloud which gives intense rainfall along with thunder and lightning. സ്റ്റോം ആണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ക്യുമുലോനിംബസ് ക്ലൗഡ്സിൻ്റെ ഫോർമേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടൻസേഷൻ മുഖാന്തരം കടലിൽ നിന്നുണ്ടാവുന്ന സൈക്ലോൺ ആയതുകൊണ്ട് അതിന് ഈ ഇവോപ്പറേഷൻ നടക്കുന്നുണ്ട്. ആ ഇവോപ്പറേഷൻ നടന്ന സാധനത്തിന് കണ്ടൻസേഷൻ നടക്കുന്നുണ്ട്, ക്ലൗഡ് ഫോം ചെയ്യുന്നുണ്ട്, ക്യുമുലോനിംബസ് ക്ലൗഡ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് ക്ലൗഡ് ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു പോർ റെയിൻ ഇൻ ദി റീജിയൻസ് വെർ ഇറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ത്രൂ. ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കാര്യമായിട്ട് മഴ പെയ്യിക്കാനുള്ള പോസിബിലിറ്റിയും ഇവൻ തരുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദേ ആർ വെരി ഷോർട്ട് ലിവ്ഡ്. യൂഷ്വലി ഒരു 4-5 ഡേയ്സിനുള്ളിൽ തന്നെ ഇവന്മാരുടെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിട്ട് പെട്ടെന്ന് അങ്ങ് പെയ്തൊഴിയും എന്ന് പറയണ മാതിരി ഇൻറ്റൻസിറ്റി കൂടുതലായവനായതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് സ്പാൻ ആയിരിക്കും. ഒരു 4 to 5 days ആണ്. നമ്മുടെ ടെമ്പറേറ്റ് സൈക്ലോൺസ് നമ്മൾ 20 days വരെ 10 to 15 days ഒക്കെ നമ്മൾ പറയുമെങ്കിൽ ഇവിടെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒരു 4 to 5 days എന്താ പറയുക ഒഴിവാകുന്ന സാഹചര്യമാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. നിങ്ങൾ ഈ ഒരു ചിത്രമൊക്കെ വളരെ പോപ്പുലറായിട്ട് ഇന്ത്യയുടെ ചുറ്റുപാടുകളിൽ കാണാറുണ്ട്. പൊതുവേ നമ്മൾ അതാ ഞാൻ പറയാം, അറബിക്കടലിലായിരിക്കില്ല, കൂടുതലും ബേ ഓഫ് ബംഗാളിലായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള സൈക്ലോണിക് ഡിസ്റ്റർബൻസസിൻ്റെ ഫോർമേഷൻസ് കൂടുതലും കണ്ടിട്ടുണ്ടാവാൻ സാധ്യത എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? റൈറ്റ്. ഇപ്പോൾ IMDയുടെ കാറ്റഗറി പ്രകാരമുള്ള സൈക്ലോണിക് സ്റ്റോം വാല്യൂസും മറ്റ് കാര്യങ്ങളുമാണ്. 222 മുകളിലാണെങ്കിൽ സൂപ്പർ സൈക്ലോണിക് സ്റ്റോം, 118 to 221 ആണെങ്കിൽ സൈക്ലോണിക് സ്റ്റോം ആണ്, വെരി സിവിയർ സൈക്ലോണിക് സ്റ്റോം എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. 88-നും 117 km/h ഇടയിലാണ് വേഗതയെങ്കിൽ സിവിയർ സൈക്ലോണിക് സ്റ്റോം എന്ന് പറയും. 62-നും 87-നും ഇടയിലാണെങ്കിൽ സൈക്ലോണിക് സ്റ്റോം എന്ന് പറയും. 52-നും 61-നും ഇടയിലാണെങ്കിൽ ഡീപ്പ് ഡിപ്രഷൻ എന്നും 51 km/h വേഗതയിൽ താഴെയാണ് വിൻഡ് വെലോസിറ്റിയിൽ തന്നെ ഡിപ്രഷനും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കണക്കൂട്ടിയിരിക്കുന്ന വാല്യൂസാണ്. ഇതൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 1, 2, 3, 4, 5, 6 6 കാറ്റഗറി ഉണ്ട്. ലോ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നതിന് 6 കാറ്റഗറി കൊടുത്തിരിക്കുന്നതാണ്. ഒന്ന്, ഒരു കേവലം ഡിപ്രഷൻ എന്ന് വിളിക്കാം. 51 km/h വേഗത്തിലാണ് അവിടെ കാറ്റുണ്ടാവുന്നതെങ്കിൽ. ഡീപ്പ് ഡിപ്രഷൻ എന്ന് പറയാം, 51 മുതൽ 61 km/h വേഗതയിൽ അവിടെ കാറ്റ് വീശുന്നുവെങ്കിൽ. സൈക്ലോണിക് സ്റ്റോം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 62 മുതൽ 87 km/h വേഗതയിൽ അവിടെയാണെന്നുണ്ടെങ്കിൽ. ഇനി 88 മുതൽ 117 വേണമെങ്കിൽ അത് സിവിയർ സൈക്ലോണിക് സ്റ്റോം എന്നും, 118 മുതൽ 221 വരെയാണെങ്കിൽ വെരി സിവിയർ സൈക്ലോണിക് സ്റ്റോം എന്നും, 222-നും മുകളിലാണെന്നുണ്ടെങ്കിൽ സൂപ്പർ സൈക്ലോണിക് സ്റ്റോം എന്നും കണക്കൂട്ടുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഈ വാല്യൂ താഴെ എഴുതിയിരിക്കുന്ന വാല്യൂവിനെ മാത്രം പരിഗണിച്ച് പറഞ്ഞു വെച്ചാൽ മതി കേട്ടോ. ഇതാണ് നമ്മൾ നോക്കേണ്ട വാല്യൂ, വിൻഡ് സ്പീഡിൻ്റെ വാല്യൂ. അത് വെച്ചിട്ടാണ് പറയുന്നത്. ക്ലിയർ അല്ലേ പിള്ളേരെ? സെറ്റാണല്ലോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? വെരി ക്ലിയർ ഐ ബിലീവ്. യെസ്. ഇനി സൈക്ലോൺസിന് നെയിം ചെയ്യുന്ന കാര്യം കൂടി. ഇത് പൊതുവേ PSC ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതല്ല, വേറൊരു സാധനം ചോദിക്കാറുണ്ട്. പൊതുവേ ഓരോ റീജിയനുകളിൽ വരുന്ന സൈക്ലോൺസിന് വിളിക്കുന്ന പേര് PSC ചോദിക്കുന്നുണ്ട്. ഇതും PSC ചോദിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ. ദ ന്യൂ ലിസ്റ്റ് ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് നെയിംസ് adopted by the WMO panel members countries in April 2020 for naming the tropical cyclones over North Indian Ocean including Bay of Bengal and Arabian Sea. അപ്പോൾ നമുക്ക് നോക്കിയാൽ ബംഗ്ലാദേശ് ഇട്ടിരിക്കുന്ന പേരുകളെ നമ്മൾ നോക്കുന്നതാണ് അല്ലേ. നിസർഗ. ഇന്ത്യ ഇട്ടിരിക്കുന്ന പേര് ഗതി, തേജ്, മുരശ്, ആഗ്, ഇതൊക്കെ നമ്മൾ ഇന്ത്യ ഇട്ടിരിക്കുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ പേരാണ്. ബംഗ്ലാദേശ് ഇട്ടിരിക്കുന്നതാണ് നിസർഗ, ബിപാർജോയി, അർണാബ്, ഒർണാബ്, അതുപോലെ ഉപ്പാക്കുൽ എന്നൊക്കെ പറയുന്നതെല്ലാം ബംഗ്ലാദേശ് ഇട്ടിരിക്കുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ പേരുകളാണ്. ഇന്ത്യ ഗതി എന്ന് പറഞ്ഞൊരു പേരിട്ടിട്ടുണ്ട്. അതുപോലെ തേജ് എന്ന് പറഞ്ഞ് പേരിട്ടിട്ടുണ്ട്. മുരശ് എന്ന് പറഞ്ഞ് പേരിട്ടിട്ടുണ്ട്. ആഗ് എന്ന് പറഞ്ഞ് പേരിട്ടിട്ടുണ്ട്. ഇറാൻ നിവാർ, ഹമൂൻ, അക്വാൻ, സേപന്ത്. അതുപോലെ മാൽദീവ്സ് ബുറേവി, മിഥിൽ, കാനി, ഓഡി. മ്യാൻമർ ഇട്ടിരിക്കുന്നതാണ് തൗക്തോ, മിച്ചൗങ്, നിമാങ്, ക്യാർത്തിക്. ഒമാൻ ഇട്ടിരിക്കുന്ന യാസ് ചുഴലിക്കാറ്റ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. യാസ് ചുഴലിക്കാറ്റ്, അതുപോലെ റെയ്മൽ ചുഴലിക്കാറ്റ്, സാൽ ആൻഡ് നസീം ചുഴലിക്കാറ്റ്. നസീം നമ്മൾ അടുത്തിടെ കേട്ടിട്ടുള്ളതാണ്. പാകിസ്ഥാൻ ഗുലാബ്, അസ്ന, സഹാബ്, അതുപോലെ അഫ്ഷാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകൾ കേട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഒന്ന്
ഒന്ന് ഓർക്കാൻ വേണ്ടി മോച്ച, യമൻ ഇട്ട പേരാണ് മോച്ച. മോക്ക ചുഴലിക്കാറ്റിൽ നിങ്ങൾ മോക്ക ചുഴലിക്കാറ്റ്, മോക്ക അടുത്തൊരു എൻ്റെ ചുഴലിക്കാറ്റ് അല്ലേ. അപ്പോൾ മോക്ക ചുഴലിക്കാറ്റ് പേര് കൊടുത്തിരിക്കുന്ന രാജ്യം ഈ യമനാണ്. മോക്ക ചുഴലിക്കാറ്റ് പേര് കൊടുത്തിരിക്കുന്ന രാജ്യം യമനാണ്. ദിത്വാഹുണ്ട്, ദിക്ഷാമുണ്ട്, സിറയുണ്ട്, ഇതൊക്കെ യമൻ കൊടുത്തിരിക്കുന്ന പേരാണ്. പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മളങ്ങനെ. ഷാഹൂൻ ഖത്തർ കൊടുത്തിരിക്കുന്ന പേര്. ഷാഹൂൻ നിങ്ങൾ പത്രത്തിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അതൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇപ്പം ഇനി ഒരു ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ വരുന്ന ഓരോ ആൾക്കാരെ നമ്മളൊന്ന് പറയാൻ വിട്ടുപോയല്ലോ. അപ്പോൾ ഒന്ന് ഐ എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രൽ പാർട്ടിന് വിളിക്കുന്ന പേരാണ് ഐ കേട്ടോ. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു കേന്ദ്ര ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഐ ഓഫ് എ സൈക്ലോൺ. ഒരു 16 മുതൽ 24 കിലോമീറ്റർ ഡയമീറ്റർ വരുന്ന ഏറ്റവും കുറവ് പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലമായിരിക്കും ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിയർ ആയിരിക്കും. വാം വിത്ത് ഓൺലി ലൈറ്റ് വിൻഡ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള വിൻഡ്സ് മാത്രമേ. ആൻഡ് സൈക്ലോൺസിൻ്റെ ഏറ്റവും കൂടുതൽ വിൻഡിൻ്റെ പ്രബലം കിട്ടുന്നത് അതിൻ്റെ ഈ ചുറ്റുമുള്ള പ്രദേശങ്ങളാണ്. അതിൻ്റെ കേന്ദ്ര ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമ്മൾ സേഫ് ആയിരിക്കും. ഓക്കെ, അടുത്തത് ഐവോൾ ഉണ്ട്. ഐവോൾ ഇസ് ദ റിം ഓർ എഡ്ജ് ഓഫ് ദി ഐ. വിൻഡ് റീച്ചസ് ഹയസ്റ്റ് സ്പീഡ് അറ്റ് ദി ഐവോൾ. ഐവോൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള പ്രദേശമാണ്, ഐയുടെ ചുറ്റുമുള്ള ബൗണ്ടറിയാണ് ഐവോൾ എന്ന് പറയുക. ഹയസ്റ്റ് വെലോസിറ്റിയാണ്. പിന്നെ ഇന്നർ സൈക്ലോൺ ഉണ്ട്. ദ റീജിയൻ വേർ ദി എയർ ഇസ് റൈസ്. ഈ ഇന്നർ സൈക്ലോൺ എന്ന് പറയുന്ന റീജിയനിൽ നിന്നാണ് എയർ ഇങ്ങനെ റൈസ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന സ്ഥലമാണ് ഇന്നർ സൈക്ലോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഏരിയ റിസീവ് ഹെവി റെയിൻഫോൾ അലോങ് ദി ഹെയിൽ സ്റ്റോം. മഞ്ഞ്, ആലിപ്പുഴ വീഴ്ച ഉൾപ്പെടെയുള്ള മഴ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം. പിന്നെ ഒരു ഡൗൺ ഡ്രാഫ്റ്റ് റീജിയൻ ഉണ്ട്. ദ റീജിയൻ വേർ ദ എയർ സിങ്ക് ഹിയർ ദ റെയിൻഫോൾ ഡിസീഡ്സ് ഓർ വീക്കെൻഡ്സ്. ഇതിൽ കൂട്ടത്തിൽ തന്നെ എയർ താഴേട്ട് ഇറങ്ങുന്ന സ്ഥലങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഡൗൺ ഡ്രാഫ്റ്റ് റീജിയൻ എന്ന് പറയും. പിന്നെ ഔട്ടർ പെരിഫറൽ റീജിയൻ ഉണ്ട്. ദേ ആർ ദി പോർഷൻസ് ബിയോണ്ട് ദി സിങ്കിങ് റീജിയൻ. ദി ഏരിയ റിസീവ്സ് റെയിൻഫോൾ ഫ്രം റെയിൻ ബാൻഡ്സ് വിച്ച് ആർ ബ്രാഞ്ചസ് ഓഫ് ദി ക്യുമുലോനിംബസ് ക്ലൗഡ്സ് ആൻഡ് റേഡിയേറ്റ് ടു ദി ഔട്ടർ റീജിയൻ. പുറത്തോട്ട് പോകുന്ന റീജിയൻസ്, ഔട്ടർ പെരിഫറൽ റീജിയൻസ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ. ഇനിയുള്ളതാണ് റീജിയണൽ നെയിംസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. PSC ആവർത്തിച്ച് ചോദിക്കുന്ന റീജിയണൽ നെയിംസ്. ഒന്ന് ഹരിക്കെയിൻ. അപ്പോൾ ആരെയാണ് ഹറിക്കെയിൻ എന്ന് വിളിക്കുക? അപ്പോൾ സൈക്ലോൺസിനെ തന്നെയാണ് ഹറിക്കെയിൻ എന്ന് പറയുന്നത്. നോർത്ത് അറ്റ്ലാന്റിക്, ഈസ്റ്റ് അറ്റ്ലാന്റിക് അല്ലെങ്കിൽ ഈസ്റ്റേൺ നോർത്ത് പസഫിക് റീജിയനുകളിലും മറ്റുമൊക്കെയുള്ള അറ്റ്ലാന്റിക് മേഖലയ്ക്ക് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ ഈ സൈക്ലോൺസിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഹറിക്കെയിൻ എന്ന് പറയുക. 2 തൈഫൂൺ. അപ്പോൾ തൈഫൂൺ എന്ന് പറയുന്നത് വെസ്റ്റേൺ നോർത്ത് പസഫിക് റീജിയൻ്റെ ഭാഗങ്ങളിലൊക്കെ അറിയപ്പെടുന്ന പേരാണ് തൈഫൂൺ എന്നാണ് അവിടെ നമ്മൾ സൈക്ലോൺസ് ഉണ്ടായ വിശേഷിപ്പിക്കുക. അതുപോലെ ബാഗിയോ, ഫിലിപ്പീൻസിൽ വിളിക്കുന്ന പേര് ബാഗിയോ എന്നാണ് കേട്ടോ. ബാഗിയോ, സൈക്ലോൺസിന് വിളിക്കുന്ന പേര് ബാഗിയോ. അത് ജപ്പാൻ ആണെന്നുണ്ടെങ്കിൽ തൈഫു അല്ലെങ്കിൽ നൊവാക്കി എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നു. വില്ലീസ് ഓസ്ട്രേലിയയിൽ ഉണ്ടാവുന്ന സൈക്ലോണിക് ഡിസ്റ്റർബൻസസ് ആണ് വില്ലീസ്. സൈക്ലോൺസ് നമ്മൾ ഇന്ത്യൻ ഓഷൻ റേഞ്ചിൻ്റെ ഭാഗങ്ങളിൽ ആണ് നമ്മൾ ഈ സൈക്ലോൺസ് എന്ന പേരും ഇട്ട് വിശേഷിപ്പിക്കാമെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. ഡിസ്ട്രക്ഷൻസ്, സൈക്ലോൺസ് പൊതുവെ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കാറുണ്ട്, പ്രത്യേകിച്ച് കോസ്റ്റൽ റീജിയൻസിൽ. കാരണം കടലിനെയൊക്കെ ഒന്ന് ടർബുലൻ്റ് ആക്കി സഞ്ചരിപ്പിക്കുന്നതിനും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ് കൊണ്ടുവരുന്നതും ഒക്കെ കൊണ്ട് തന്നെ, പിന്നെ മഴയും മൂന്നും കൂടെ ആവുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡിസ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നവനാണ് നമ്മുടെ ഈ സൈക്ലോൺസ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പല കാരണങ്ങളൊന്നും നമ്മൾ ക്യുമുലോനിംബസ് ക്ലൗഡ്സ് വന്ന് നല്ല മഴ തരും, സ്റ്റോം സർജ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ സൈക്ലോൺസ് പ്ലേ പോസിറ്റീവ് റോൾ ആസ് വെൽ. എങ്ങനെ? ഇപ്പോൾ the interior regions away from the coastal have the benefit of a large water supply because of the heavy rainfall associated with this tropical cyclones. കോസ്റ്റൽ റീജിയനുകളിൽ പ്രത്യേകിച്ച് അപകടങ്ങൾ കൊണ്ടുവരുന്ന ഇവന്മാർ ഇൻറ്റീരിയേഴ്സിൽ ഈ വെള്ളത്തിൻ്റെ പ്രസൻസ് ആക്ച്വലി അവിടെ വെള്ളം കിട്ടുന്നതിന്, വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാക്കുന്നതിന്, മഴ കിട്ടുന്നതിനുള്ള കാരണമാകാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. Many low pressure systems develop in Bay of Bengal and the Arabian Sea, and these systems move west to northwest one, and sometimes they recur in വേണമെന്നില്ല, അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് പറയണമെന്നില്ല. വീക്കാവുന്ന കാര്യവും മറ്റുമൊക്കെ പറഞ്ഞതാണ് നമ്മൾ. Relative absence in the South Atlantic and the Southeast Pacific region. In the South Atlantic and the Southeast Pacific region, there is a relative absence of tropical cyclones because of the following reasons. അതൊന്ന് നോക്കിയിരുന്നാൽ നിങ്ങളൊന്ന് ചിലപ്പോൾ ഒന്ന് പേരിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ സൗത്ത് അറ്റ്ലാന്റിക് റീജിയനിലും അതുപോലെ സൗത്ത് ഈസ്റ്റ് പസഫിക് റീജിയനിലും ഒക്കെ ഈ പറയുന്ന സൈക്ലോൺസിൻ്റെ ഒരു ആബ്സെൻസ് പറയാം. സൈക്ലോൺസ് അങ്ങനെ ഇങ്ങനെ കാണത്തില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ട്രോപ്പിക്കൽ കൺവേർജൻസ് ആണ് നല്ല രീതിയിൽ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. ഒന്ന്. 2, ദ വാട്ടർ ഇസ് നോട്ട് വാം ഇൻ ദീസ് ലൊക്കേഷൻസ്. ഈ ലൊക്കേഷൻ സൗത്ത് ഈസ്റ്റ് പസഫിക്കിലും സൗത്ത് അറ്റ്ലാന്റിക്കിലും അത്ര കണ്ട് വാം അല്ല വെള്ളം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സൈക്ലോൺസ് ഉണ്ടാകാനുള്ള 2 കണ്ടീഷൻസും അവിടെ ഇല്ലാതിരിക്കുന്നതാണ്. അപ്പോൾ ഒന്ന്, ഒരു ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിൽ ഉണ്ടാകുന്ന നമ്മൾ പറഞ്ഞു, ആ ഒരു സോണിൻ്റെ ക്രിയേഷൻ അവിടെ ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ്. മാത്രമല്ല ഒരു ലോ പ്രഷർ റീജിയൻ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ റീജിയനുള്ള കടൽ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നില്ല. ആ 2 കാരണങ്ങൾ തന്നെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ. Thunderstorms is a well-grown cumulonimbus cloud producing thunder and lightning, and they are of short duration and cover a small area but are violent in nature. അല്ലേ, തണ്ടർ സ്റ്റോംസ് എന്ന് നമ്മൾ പറയുന്ന സംഗതി, ഇടിമിന്നലോടുകൂടി അതികഠിനമായിട്ടുള്ള ശക്തമായ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മഴയുണ്ടാകുന്ന സമയം. Hailstorms can be created by thunderstorms, and they are characterized by strong updraft of air where
Cyclones are rotating systems. Thunderstorms can be created over the land as well as water body. Cyclones are rotating systems ആയിട്ട് കടലിലാണ് ഉണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞു. ഏത് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എങ്കിൽ തണ്ടർസ്റ്റോംസിന് അങ്ങനെയൊന്നുമില്ല, ഏത് ഭാഗത്തോടെ ഉണ്ടാവും. മാത്രമല്ല ഒരുപാട് സൈക്ലോൺസ് തണ്ടർസ്റ്റോംസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണാനും പറ്റും. ഈ ഒരുപാട് ചുഴികൾ ഇങ്ങനെ താഴെ നിന്ന് എയറിനെ അപ്ലിഫ്റ്റ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി ഇടിമിന്നലോടുകൂടി ഈ മഴ പെയ്യിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലൊന്നും നമ്മൾ ഇങ്ങനെ ഈ ഒരു തണ്ടർസ്റ്റോംസ് പോലുള്ള എഫക്റ്റ് വലിയ തോതിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. പക്ഷേ വളരെ ലാൻഡ് ഏരിയയൊക്കെ ഉള്ള US ഒക്കെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതുമാണ് തണ്ടർ സ്റ്റോംസ് എന്ന് പറയുന്ന കണ്ടീഷൻസ്. പിന്നുള്ളത് ക്ലൗഡ് ബേസ്റ്റ് ആണ്. ക്ലൗഡ് ബേസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വളരെ സഡൻ ആയിട്ടുള്ള ഒരു റെയിൻഫോൾ ആയിരിക്കും. എന്നാൽ അതിൽ താരതമ്യേന ഉയർന്ന ക്വാണ്ടിറ്റി ഓഫ് റെയിൻഫോൾ ഉണ്ടാവുന്നതും നമുക്ക് കാണാൻ സാധിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ എമൗണ്ട് ഓഫ് റെയിൻഫോൾ പെട്ടെന്ന് അങ്ങ് പെയ്തു മാറുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്ലൗഡ് ബെസ്റ്റ് എന്ന് വിളിക്കുന്നത്. പൊതുവേ ഇതൊരു ചെറിയ ഏരിയയിലും ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റ് അത്യാവശ്യം കൂടുതലായിരിക്കും. ക്ലൗഡ് ബെസ്റ്റ്, മേഘവിസ്ഫോടനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. വളരെ ചുരുങ്ങിയ ഏരിയയിൽ വളരെ കുറച്ച് സമയം കൊണ്ട് എന്നാൽ വളരെ കൂടുതൽ എമൗണ്ടിലുള്ള മഴവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ മഴവെള്ളത്തെ എത്തിക്കുന്ന ഒരു പരിപാടിയാണ്. മഴ പെയ്തുകൊണ്ട് വെള്ളം എത്തിക്കുന്ന പരിപാടിയാണ് ക്ലൗഡ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുക എന്നുള്ളതാണ്. തണ്ടർ സ്റ്റോംസിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് ക്ലൗഡ് ബെസ്റ്റുകൾ ഉണ്ടാകാൻ പറ്റും. യൂഷ്വലി 10 സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഒരു മണിക്കൂറിൽ മഴ കിട്ടുന്ന കണ്ടീഷൻ പോലും ക്ലൗഡ് ബേസ്റ്റിൻ്റെ കാര്യത്തിൽ ജനറലി നമുക്ക് പറയാൻ പറ്റും. പിന്നുള്ളത് ടൊർണേഡോസ് ആണ്. ടൊർണേഡോസ് എന്ന് പറയുമ്പോൾ സിവിയർ തണ്ടർ സ്റ്റോംസ് ആണ്. സ്പൈറലിംഗ് വിൻഡ്സ് ഡിസെൻഡിങ് ലൈക്ക് ദ ട്രങ്ക് ഓഫ് എൻ എലിഫൻറ്റ്. അല്ലെ എലിഫൻറ്റ് ആനക്കൊമ്പ് പോലെ എന്ന രീതിയിൽ ഇങ്ങനെ സ്പൈറൽ ചെയ്തുകൊണ്ടുള്ള കണ്ടോ, ഇതാണ് ടൊർണേഡോസ് എന്ന് പറയുന്നത്. ടൊർണേഡോസ് കണ്ടോ, ടൊർണേഡോസ് ആയിട്ട് വരിക. ലോ പ്രഷർ സിസ്റ്റംസ് തന്നെയാണ് എൻ്റെ സെൻറ്ററിൽ. ദീസ് സിസ്റ്റംസ് ആർ കോൾഡ് ടൊർണേഡോസ് ആൻഡ് ദേ കോസ് വെരി ഹെവി ഡിസ്ട്രക്ഷൻ ഓൺ ഇറ്റ്സ് വേ. പോകുന്ന വഴി തന്നെ ഡിസ്ട്രക്ഷൻ. പൊതുവേ നമ്മളിതൊക്കെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ US പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്, വളരെ വിശാലമായിട്ടുള്ള സ്ഥലങ്ങളിലുള്ളിടത്തൊക്കെയാണ് ടൊർണേഡോസ് ഉണ്ടാകുന്നതായിട്ട് കാണാനും സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് ഈ സൈക്ലോൺസ്, ആൻറ്റി സൈക്ലോൺസ് ആൻഡ് ഓൾ ദോസ് റിലേറ്റഡ് ആസ്പെക്ട്സിൽ നിന്നുകൊണ്ട് നോക്കി കണ്ട് മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുതകളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുക. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്താണ്, എന്താ പറയുക, ടെമ്പറേച്ചർ സൈക്ലോൺസ് എന്താണ്, അവരുടെ ഒക്കറൻസ് എങ്ങനെ വരുന്നു, അവരെവിടെയൊക്കെ രൂപീകൃതമാവുന്നുണ്ട്, എന്തുകൊണ്ട് രൂപീകൃതമാവുന്നു എന്നതിനെ പറ്റിയിട്ടും, നോർത്തേൺ ഹെമിസ്ഫിയർ സദേൺ ഹെമിസ്ഫിയർ പോലുള്ള ഇടങ്ങളിൽ ഇവരുടെ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, റൊട്ടേഷൻ ദിശ എങ്ങോട്ടാണ്, ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, ഈസ്റ്റ് ടു വെസ്റ്റ്, വെസ്റ്റ് ടു ഈസ്റ്റ്, ഇതിലേതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ അറിയാം എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് അടുത്ത ദിവസം ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം മക്കളെ. താങ്ക് യു.